ഫോണിൽ മാത്രം. ഈ ഫേസ്ബുക്കിൽ ആരാ ആദ്യം റിക്വസ്റ്റ് അയച്ചത്? അങ്ങോട്ട് അയച്ചു. എന്താ ആ ഒരു പ്രൊഫൈലിലേക്ക് റിക്വസ്റ്റ് ഇടാൻ തോന്നിയത് എന്തായിരുന്നു? പ്രൊഫൈലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് മുടിയൊക്കെ ഉണ്ടായിരുന്നു. മുടിയുള്ള ചേട്ടന്മാരാണ് ഇഷ്ടം. അങ്ങനെ നോക്കി മെസ്സേജ് അയച്ചതാ. അപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? അപ്പോൾ എനിക്ക് 12 വയസ്സുണ്ടായിരുന്നു. കേരളത്തിൽ ഇനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനടക്കം കുറച്ച് പേര് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കുക. അധികം താമസിക്കാണ്ട് തന്നെ നിങ്ങളുടെ അടുത്തോട്ടും വരുന്നതായിരിക്കും. അതായത് വിരലിലുണ്ടാവുന്നവരുടെ ഇൻ്റർവ്യൂ മാത്രമേ ഇനി പെൻഡിങ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓൺലൈൻ മീഡിയക്കാർക്ക് വേറെ ഒരു പണിയില്ലാണ്ട് എല്ലാവരും പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉള്ളവരുടെ പ്രൊഫൈൽ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിൽ അന്നേരം പോവുകയാണ് മൈക്കും പിടിച്ചുകൊണ്ട്, വാ മക്കളെ നിങ്ങളുടെ ജീവചരിത്രം പറ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു കഥയാണ് അമ്മയും വിഷ്ണുവും തമ്മിലുള്ള കൊടൂര പ്രേമത്തിൻ്റെ കഥയാണ്. അതായത് 12ാമത്തെ വയസ്സിൽ പ്രേമം തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, 12 വയസ്സിൽ തുടങ്ങിയിട്ട് 28 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു. അല്ല, 12 വയസ്സിൽ തുടങ്ങി 18ാമത്തെ വയസ്സിൽ അവർ ഒളിച്ചോടി ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒന്നിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവർ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വീഡിയോ ഒക്കെ ഇട്ട്, വീഡിയോ എന്ന് പറയുന്നത് ഒന്നുമില്ല, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വീഡിയോ ഇട്ടിട്ട് അവരെന്തോ വൈറലായി, 1-2 വീഡിയോസ് വൈറലായി. അപ്പോഴത്തേക്കും നമ്മുടെ ഓൺലൈൻ മീഡിയക്കാർ ഇവരുടെ പുറകെ ചെന്നു, പറ മക്കളെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ ആദ്യം ഒരു ടീം ചെന്ന്, അപ്പോൾ ആ ടീമിനോട് കഥ പറഞ്ഞപ്പോഴത്തേക്കും നോക്കുമ്പം ആ വീഡിയോയ്ക്ക് നല്ല വ്യൂ. അപ്പോഴത്തേക്കും ബാക്കിയുള്ള ഓൺലൈൻ വീഡിയോസൊക്കെ പതിയെ വണ്ടിയൊക്കെ എടുത്ത് മൈക്കൊക്കെ എടുത്ത് ഇവരുടെ പുറകെ പോയി. അങ്ങനെ ഇവരുടെ കണ്ണ് നനയിക്കുന്ന ആ ഒരു കഥ നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും ചാനലുകാർ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സുന്ദരമായ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ അവരുടെ ഫേസ്ബുക്കിൽ നല്ല നല്ല ഫോട്ടോസൊക്കെ ഇട്ട് ഇങ്ങനെ അർമാദിച്ച് നടക്കുന്ന ഒരു സമയം. അപ്പോഴത്തേക്കും വേറെ ഒരു നാട്ടിലുള്ള ഒരു പെൺകുട്ടി, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി, അവൾ യൂസ് ചെയ്യുന്നത് അവളുടെ അമ്മയുടെ ഫോണാണ്. അങ്ങനെ അമ്മയുടെ ഫേസ്ബുക്കിൽ നിന്നും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫൈൽ കാണുകയാണ്. കുറച്ച് മുടിയൊക്കെയുള്ള കുറച്ച് ഫ്രീക്കനായിട്ടുള്ള ഒരു ചെക്കൻ്റെ ഫോട്ടോ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, പെൺകുട്ടിക്ക് 12 വയസ്സേ ഉള്ളൂ പ്രായം. അപ്പോൾ ആ ഫോട്ടോ കണ്ട സമയത്ത് പെൺകുട്ടിക്കൊരു ആകർഷണം തോന്നുകയാണ്. അങ്ങനെ പെൺകുട്ടി ആ ചെക്കനൊരു റിക്വസ്റ്റ് വിടുകയാണ്. ഇവൾ അങ്ങോട്ട് റിക്വസ്റ്റ് വിടുന്നു, ഇവൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ചാറ്റിങ് തുടങ്ങുന്നു. അവസാനം അതൊരു കോളിലേക്ക് എത്തുന്നു. അങ്ങനെ കോൾ ചെയ്യുന്നു. 12 വയസ്സുള്ള പെൺകുട്ടിയും ഈ പറയുന്ന പയ്യനും തമ്മിൽ മുടിഞ്ഞ പ്രേമം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പെൺകുട്ടീൻ്റെ അമ്മ ഇതറിയുന്നു. അമ്മ ആദ്യം ചെറിയ കുഞ്ഞിയല്ലേ, ഇത് തമാശ പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് മോളെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ പോകെ ഇവർക്ക് മനസ്സിലാവുന്നു ഇത് സീരിയസ് ആണെന്ന് മനസ്സിലാവുന്നു. അവസാനം ഗതികെട്ട് ഈ പെൺകുട്ടിയുടെ അമ്മ ഒരു കേസ് അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ ചെക്കനെ പിടിച്ച് ജയിലിലിടുന്നു. ജയിലിലിട്ട് ജയിലിൽ നിന്നും ഇവനിങ്ങനെ അയവിറക്കുകയാണ് പ്രേമ നാളുകൾ. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും ഈ പെൺകുട്ടിയുടെ അമ്മേനെ പോയി കാണുന്നു. പക്ഷേ എന്നിട്ടും കാര്യങ്ങൾ നടക്കൂല എന്നറിഞ്ഞപ്പം ഇവർ വീണ്ടും കാണാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വീണ്ടും പോലീസ് പിടിക്കുന്നു, വീണ്ടും ജയിലിലാവുന്നു. അങ്ങനെ ഈ കഥ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ കുറച്ച് നാൾ ജയിലിൽ കിടക്കുന്നു. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയാണ്. നമ്മുടെ നായകൻ പുറത്തിറങ്ങിയതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ പെൺകുട്ടിക്ക് 18 വയസ്സ് തികച്ചിരിക്കുന്നു. അങ്ങനെ ഈ ചെക്കൻ ഈ പെൺകുട്ടിയെയും കൊണ്ട് നാട് വിടുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പോയി നമ്മുടെ എള്ളോളം തരി പൊന്നെന്തിനാന്നുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക്കും ഇട്ടുകൊണ്ട് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. അങ്ങനെ 18ാമത്തെ വയസ്സിൽ പെൺകുട്ടിയും ചെക്കനും കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നു. ഇപ്പോൾ 1 വർഷമായി. അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു, അവർ സന്തോഷകരമായിട്ട് പോകുന്നുണ്ട്. ഇവരിങ്ങനെ വീഡിയോ ഇട്ടു, ഇവർ വൈറലായി, ഇവരുടെ ഒരു പ്രേമം ഉണ്ടായിരുന്നു, എല്ലാ സംഭവം ശരി തന്നെയാണ്. പക്ഷേ അത് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത്രയും ഹൈപ്പ് കൊടുക്കാനും മാത്രം എന്താണ് ഇവിടെ നടന്നത്? 12ാമത്തെ വയസ്സിൽ പ്രേമിച്ചതാണോ നിങ്ങൾ വലിയ കാര്യമായിട്ട് കാണുന്നത്? അപ്പോൾ ഈ ഇൻ്റർവ്യൂവർ തന്നെ സത്യം പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അത് വേറെ കാര്യം. സത്യം പറഞ്ഞാൽ ഇവരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരുത്തിയത്. പാവങ്ങൾക്കറിയില്ലല്ലോ ഇവർ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നുള്ളത്. ഇവർ സത്യസന്ധമായിട്ട് ഇവരുടെ നിഷ്കളങ്കതയിൽ ഇവർ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കഥയെല്ലാം നാളെ ട്രോളായിട്ട് വരും എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇവരുടെ കഥ ഇവർ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇവിടെ മെസ്സേജ് അയച്ചിട്ട് വോയിസ് അയക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വോയിസ് അയച്ച് അവസാനം ഞാൻ
നേരെ ഇവിടെ പറഞ്ഞ ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ ഞാനും നേരെ ഇഷ്ടമാണ് പറഞ്ഞ വീഡിയോ അയച്ചു കൊടുത്ത് മറ്റേ ബോക്സ് അപ്പോൾ ഇറങ്ങിയ സമയമുള്ള ബോക്സിൽ കുറേ ഇങ്ങനെ ഇതായി മിഠായി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ അയച്ചു കൊടുത്ത് അങ്ങനെ നിന്ന് ഓ അമ്മയാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്. എന്താ അത് എത്ര വയസ്സിലായിരുന്നു? 12 വയസ്സിലായിരുന്നു. തന്നെ അതായത് ചാറ്റിങ് തുടങ്ങി ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇഷ്ടമാണ് പറഞ്ഞു. പിന്നെ നമ്പർ തന്നു. ഇവിടെ വാട്സപ്പ് നമ്പർ ആണ്, പക്ഷേ അത് വേണ്ടല്ലോ കൊണ്ട് അമ്മേനെ എനിക്കറിയില്ല. ഞാൻ അധികം വിളിച്ചു സ്കൂളിൽ പോയ സമയത്ത് ആരാണ് നീ ഞാൻ പറഞ്ഞു ഇവിളില്ലേ അമ്മയല്ലേ ചോദിച്ചു. അമ്മയെ അതാരാണ് കൊണ്ട് കലിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി റോങ് നമ്പറാണ് ചേച്ചി കൊണ്ട് ഞാൻ കട്ട് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ പോയി നേരെ പോയി സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ മണി ബ്രേക്കപ്പ് ആവാം, നമുക്ക് ഇത് ശരിയാവില്ല, ഇത് ശരിയാവത്തില്ല, കാരണം എൻ്റെ അമ്മ മൊത്തം കലിപ്പും കാര്യങ്ങളാണ്. പിന്നെ നീ ഒറ്റ ദിവസം ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമവും. എനിക്കില്ലെങ്കിൽ ഒരു തേപ്പ് കിട്ടിയിട്ടുള്ളൂ. ഞാൻ കാര്യം പറഞ്ഞു ഒരു തേപ്പൊക്കെ കിട്ടിയിട്ടുള്ളതാണ്, എനിക്ക് പറ്റില്ല. അങ്ങനെ എനിക്ക് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ തന്നെ നിൻ്റെ അമ്മൻ്റെ പറ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് അപ്പോൾ തന്നെ പോയി ഞാൻ കെട്ടാൻ എങ്ങനെയാണ് പറയാൻ വന്നു. നേരെ പോയി പറഞ്ഞു ആ സ്പോട്ടിൽ തന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ തന്നെ നേരെ പോയി അമ്മ ഞാൻ കെട്ടുന്നത് എവിടെയാണ് ഉണ്ടാവുന്നത് ജാതി നട്ടി. അപ്പോൾ ആകെ തുടങ്ങിയിട്ട് 3-4 മാസത്തിലേക്ക് ഞാൻ പറയുന്നു. ഇപ്പൊ അങ്ങനെ വീഡിയോ കോൾ വന്നിട്ട് അമ്മേനോട് പറയാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ധൈര്യം എവിടെ നിന്നായിരുന്നു? അത് ഇഷ്ടപ്പെട്ടു, അസ്ഥിക്ക് പിടിച്ചു. 12 വയസ്സില് അസ്ഥിക്ക് പിടിച്ചു എന്ന് 12ാമത്തെ വയസ്സിൽ പ്രേമം അസ്ഥിക്ക് പിടിച്ചു. 12 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അസ്ഥിക്കൊന്നും വലിയ ബലമില്ലാത്ത സമയമാണല്ലോ. അതായത് 12 വയസ്സല്ലേ, പ്രായപൂർത്തി ആവുന്നതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അസ്ഥിക്ക് എന്നൊക്കെ പറയുന്നത് കുറച്ച് ബലമൊക്കെ വെച്ച് വരുന്ന സമയമാണ്. അപ്പോൾ ശരിക്കും അസ്ഥിക്ക് പിടിക്കും. അങ്ങനെ ഒറ്റ പിടിച്ചതാണ്. അപ്പോൾ എൻ്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പാരൻസ് കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടാനുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടികളോട് പറയുക, മക്കളെ പഠിക്കുക, പഠിച്ച് ജോലി മേടിക്കുക, അതിന് ശേഷം മാത്രമേ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളിൽ പോയി ചാടും എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് വേണം പറഞ്ഞു കൊടുക്കാം. അല്ലാതെ അസ്ഥിക്ക് പിടിച്ചു അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഡയലോഗ് കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ അയ്യോ വിശുദ്ധ പ്രണയം, അയ്യോ ഭയങ്കര പ്രേമം തന്നെ എന്നൊന്നും പറഞ്ഞിട്ട് ഒരിക്കലും മുന്നോട്ട് ഇറങ്ങരുത്. കാരണം നമുക്ക് ഇനി സമയം ഇഷ്ടംപോലെ കിടക്കുമല്ലേ. പഠിത്തമെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഡിഗ്രി പരിപാടിയെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം കിട്ടിയതിന് ശേഷം നമുക്ക് ഈ പറയുന്ന അസ്ഥി കറക്റ്റായിട്ട് നല്ല ബലത്തിൽ അങ്ങോട്ട് അസ്ഥി വരുന്ന സമയത്ത് പിടിച്ചോട്ടെ, അസ്ഥിക്ക് പിടിച്ചോട്ടെ. അതിനു മുമ്പ് അസ്ഥിക്കെല്ലാം പിടിച്ചാൽ ചിലപ്പം അസ്ഥി വളഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ വേഷം ജോലി കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം മാത്രം അസ്ഥിക്ക് പിടിക്കാൻ പാടുള്ളൂ. പ്രേമിക്കുന്നതൊന്നും തെറ്റാണെന്നൊന്നും ഒരിക്കലും ആരും പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ ഒരു സമയമുണ്ട്. ഈ 10ാം വയസ്സിലും 12ാം വയസ്സിലൊക്കെ പ്രേമിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ പ്രേമിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് 18 വയസ്സാകുമ്പോഴത്തേന് ഒളിച്ചോടാവുന്ന തരത്തിലേക്ക് പ്രേമിക്കുക എന്നൊക്കെ പറയുന്നത് അയ്യോ, അതെങ്ങനെ അങ്ങനെ തോന്നുക? നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് 18ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 15ാമത്തെ വയസ്സിലൊന്നും ഒളിച്ചോടാൻ വേണ്ടി തോന്നില്ല. എല്ലാ ജോലിയെല്ലാം ആയി നല്ലൊരു സെറ്റപ്പൊക്കെ ആയതിനു ശേഷം നിങ്ങൾ ഓടിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സംഭവം ഉണ്ട് എന്നുള്ള ഒരു കാര്യമെങ്കിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്നു ഈ ഇൻ്റർവ്യൂവിൻ്റെ കഥ എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രേമത്തിലേക്ക് ഇറങ്ങി, അതിനുശേഷം പഠിത്തമൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ ഇവരുടെ അവസ്ഥ എന്താവും എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും നല്ല രീതിയിൽ ജീവിക്കട്ടെ, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 12ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളുടെ പഠിത്തം നിർത്തി ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് എങ്ങനെയും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ടൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു വരുമാനമൊക്കെ ഇല്ലാണ്ട് നമ്മൾ ഇതേപോലെ ഇറങ്ങിപ്പോയിട്ട് ജീവിത യാത്രയിൽ എവിടെയെങ്കിലും വെച്ചൊന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് കഥകൾ നിങ്ങൾ കാണും. 10ാം വയസ്സിൽ പ്രേമിച്ചത്, 12ാം വയസ്സിൽ പ്രേമിച്ചത്, അല്ലെങ്കിൽ 18ാം വയസ്സിൽ ഒളിച്ചോടി എന്നൊക്കെ ഉള്ളത് ഒരുപാട് കാണും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള ആ ഒരു സന്തോഷം മാത്രമല്ല, ഭാവിയിൽ എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൂടെ പോകുന്ന ആൾ നമ്മളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ഒളിച്ചോട്ടമാണെങ്കിലും കല്യാണമാണെങ്കിലൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പോൾ ഒരു 10-25 വയസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോവാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അല്ലാതെ ഈ പറയുന്ന 10 വയസ്സിലും 12 വയസ്സിലൊക്കെ ഒളിച്ചോടി പോകുന്നവരെ, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകുന്നവർ, ഈ പഠിത്തമെല്ലാം ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ പുറകെ പോകുന്നവർ, ശരിക്കും പലരുടെയും അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇറങ്ങി പോകുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിച്ചിട്ട് മാത്രം ഇങ്ങനത്തെ പരിപാടിക്ക് പോവുക. അപ്പോൾ ഇതേപോലുള്ള ഇൻ്റർവ്യൂസ് ഇനിയും ഒരുപാട് വരാനുണ്ട്. നമ്മൾ വഴിയിൽ കൂടെ പോകുന്ന സമയത്ത് കാല് തട്ടി ഒന്ന് നിലത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കൂടുമല്ലോ. അപ്പോൾ ആൾ കൂടിയത് കണ്ടിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സമയമാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കണ്ട, ഇൻ്റർവ്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കുള്ള ഇൻ്റർവ്യൂ വരുന്നതായിരിക്കും. അപ്പം
അടുത്ത ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം.